നീ അതിനുള്ള ഉത്തരം തന്നത്. അതെന്റെ കടമയല്ലേ അമ്മേ, ഞാനത് ചെയ്തു എന്ന് മാത്രം. എന്റെ മോനെ എന്നെക്കാളും ഇഷ്ടമാ പാർവതി. അമ്മയെന്നവൻ തികച്ചു വിളിക്കില്ല. അങ്ങനെയുള്ള ഒരു വീടിനെ കുറിച്ച് ഇതുപോലൊരു രഹസ്യം അറിയുമ്പോ അവൻ മിണ്ടാതിരിക്കോ? എനിക്കതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ടമ്മേ. സുധി സാറ് തന്നെ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചത്. ആ സമയത്ത് അങ്ങനെ പറയാൻ തോന്നിച്ചതും സുധി സാറിന്റെ ആത്മാ. ശരത്തേട്ടനോട് ആ വിവരം ആരാ പറഞ്ഞത്? അതൊക്കെ ഇനി എന്തിനാ അറിയുന്നത്? കേട്ടത് സത്യമാണോ? അതല്ലേ പ്രധാനം. സത്യമാണെന്ന് തെളിഞ്ഞു, നമുക്കത്രയും പോരെ. അത് മതി മോനെ, അത്രയും മതി. ആ വക്കീലിന് കിട്ടാനുള്ളതൊക്കെ അപ്പ തന്നെ കിട്ടി. ചന്ദ്രലേഖ എന്ന് പറയുന്നവളുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയല്ലോ. കെട്ടിക്കഴിഞ്ഞതും താലി വലിച്ചൂരി അവളൊരു പ്രകടനം നടത്തി. ഇനി അവന്റെ ജീവിതം അവളുടെ വറച്ചട്ടിയില്ല. അവിടെ കിടന്ന് അങ്ങനെ പൊരിയും. അവനങ്ങനെ തന്നെ വേണം. മനസ്സൊരുക്കിയാ ഞാൻ അവനെ ശപിച്ചത്. ഇനി ഒരിക്കലും അവന് സ്വസ്ഥത കിട്ടില്ല. എന്റെ മോനെ ഇല്ലാതാക്കിയിട്ട് സുഖിച്ച് ജീവിക്കാൻ വിടുവോ ദൈവം? ഇവിടം കൊണ്ടൊന്ന് നിർത്തരുതമ്മേ. ആ നിരഞ്ജനെയും അവന്റെ ഭാര്യയും പ്രതിയാക്കി കേസ് കൊടുക്കണം. ഇത്രയും കാലം സൂചിച്ചില്ല അവര്, അത് മതി. ഇനി കുറച്ചു കാലം ചെയ്തതിനുള്ള ശിക്ഷ അവരനുഭവിക്കട്ടെ. ഞങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മോനെ. നീ പറഞ്ഞതാ ശരി. എന്റെ സുതിമോനെ കൊന്ന അവരൊന്നും ഇനി പുറം ലോകം കാണരുത്. ഇതിപ്പോ കേസ് കൊടുത്താ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? ദൃക്സാക്ഷികൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് അതിപ്പോ എങ്ങനെ തെളിയിക്കാൻ പറ്റുന്നേ? അതൊക്കെ പോലീസ് തെളിയിച്ചോളൂ. ഇത്രയും കാലം തെളിയാതെ കിടന്ന കഥ ഇപ്പൊ പുറത്തു വന്നില്ലേ? അതുപോലെ അവര് കുറ്റം സമ്മതിക്കും. നിങ്ങൾ ആരും ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. ഒരുത്തിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം. ശരത്തുമോനുള്ളതാ ആകെ ഒരു ആശ്വാസം. നീ എന്തിനാടാ മോനെ ഇവിടെ വന്ന് നിൽക്കുന്നേ? കുറച്ച് സ്വസ്ഥത വേണം. തൃപ്തിയായല്ലോ എല്ലാവർക്കും. എന്റെ ജീവിതം നശിപ്പിച്ചപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ. ഞാൻ അറിഞ്ഞില്ല മോനെ പാമ്പിനാ പാല് കൊടുക്കുന്നതെന്ന്. ചേച്ചി ഒറ്റ ഒരുത്തി എന്നെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഞാൻ ചന്ദ്രയെ കല്യാണം കഴിക്കണമെന്ന് ചേച്ചി മാത്രമല്ലേ ആഗ്രഹിച്ചത്? ആ ആഗ്രഹം നടന്നല്ലോ അല്ലേ? നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥ. അവളിങ്ങനെ ഒരു ചതി കാണിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല മോനെ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് എവിടെന്നെങ്കിലും കുറച്ച് വിഷം വാങ്ങിത്താ. ഞാൻ മരിക്കണം, എന്നാലേ എല്ലാവർക്കും തൃപ്തി ആവത്തുള്ളൂ. അങ്ങനെയൊന്നും പറയല്ലേ മോനെ. നിനക്ക് ദോഷം വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്തിനാ ഇപ്പൊ കരയുന്നത്? എനിക്ക് കാണണ്ടേ ഈ കണ്ണീരൊന്നും. ചേച്ചിയുടെ കരച്ചിൽ കാണുമ്പോ എനിക്കിപ്പോ അറപ്പാ തോന്നുന്നത്. പറ്റിയത് പറ്റി, ഇനി എന്ത് ചെയ്യാം അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ചന്ദ്രയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവൾ എങ്ങോട്ട് പോയതായിരിക്കും? മനസാക്ഷി സൂക്ഷിപ്പുകാരായിരുന്നല്ലോ, വിളിച്ചു ചോദിക്കങ്ങോട്ട്. അവളുടെ കണ്ണില് ഞാനും ഇപ്പൊ ശത്രുവ. നിങ്ങളും കണ്ടതല്ലേ അവള് കാണിച്ചു കൂട്ടിയത് മുഴുവൻ. പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കണോ? എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നോടൊന്നും ചോദിക്കണ്ട.
അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ? നീ ഒരു വക്കീലല്ലേ, നിനക്കറിയാലോ മോനെ. സ്വന്തം ജീവിതത്തിന്റെ നിയമങ്ങൾ മുഴുവൻ തെറ്റിപ്പോയ ഒരാളാ ഞാൻ. എനിക്ക് മറ്റൊരാൾക്ക് നിയമോപദേശം കൊടുക്കാനുള്ള അർഹതയില്ല, പ്രത്യേകിച്ച് ആ ചന്ദ്രയുടെ കാര്യത്തില്. ആരാണോ അവളെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് അവര് തന്നെ വേണ്ടതൊക്കെ ചെയ്യ്. ഞാനായിട്ട് ഒരു അഭിപ്രായവും പറയത്തില്ല, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ചേച്ചി, എനിക്ക് നല്ല തലവേദനയുണ്ട്, കുറച്ചു നേരം ഞാനൊന്ന് സ്വസ്ഥമായിട്ട് നിന്നോട്ടെ. ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്. ഇറങ്ങ്. കേറാൻ വരട്ടെ. എന്തൊക്കെ വന്നാലും നീ സിദ്ധുവിന്റെ ഭാര്യയാ. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ നിലവിളക്ക് പിടിച്ച് വലതുകാല് വെച്ച് വേണം വീടിനകത്തേക്ക് കയറാൻ. ഓ ആണോ? എന്നിട്ട് നിലവിളക്ക് എവിടെ? ഇപ്പൊ കൊണ്ടുവരാം. ആ എന്നാ വേഗം ചെല്ല്, ഞാൻ വെയിറ്റ് ചെയ്യാം.